നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കുവൈറ്റിൽ പ്രവാസി ജീവനക്കാർക്ക് തൊഴിലുടമയിൽ നിന്ന് വിരമിക്കൽ ആനുകൂല്യങ്ങൾ ലഭ്യമാകണമെങ്കിൽ അവർ രാജ്യവിടണമെന്ന നിബന്ധന കോടതി റദ്ദാക്കി. ഇത്തരമൊരു വ്യവസ്ഥ ഭരണഘടനാ ലംഘനമാണെന്ന് കോടതി വിലയിരുത്തി. 2018 കുവൈറ്റ് മാൻപവർ അതോറിറ്റി കൊണ്ടുവന്ന നിബന്ധനയാണ് ഇപ്പോൾ കോടതി റദ്ദാക്കിയത്. രാജ്യവിടുന്നതിന്റെ തെളിവ് ഹാജരാക്കിയാൽ മാത്രമേ പ്രവാസികൾക്ക് വിരമിക്കൽ ആനുകൂല്യം ലഭ്യമാകൂ എന്നായിരുന്നു നേരത്തെ കൊണ്ടുവന്നിരുന്ന നിബന്ധന. ഇതിന്റെ അടിസ്ഥാനത്തിൽ കുവൈറ്റിൽ തന്നെ തുടരുന്നവർക്ക് അവർ ആദ്യം ജോലി ചെയ്ത സ്ഥാപനത്തിൽ നിന്ന് വിരമിക്കൽ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നതിനെതിരെയാണ് ഇപ്പോഴത്തെ വിധി. അതേസമയം രാജ്യത്ത് ഒരു മേഖലയിൽ നിന്ന് മറ്റൊരു മേഖലയിലേക്ക് ഇഖാമ മാറ്റുന്നതിനും വിസ ക്യാൻസൽ ചെയ്യുന്നതിനും തൊഴിലാളികൾ നേരിട്ട് തൊഴിലുദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകണമെന്ന് മാൻപവർ അതോറിറ്റി അറിയിച്ചു. ജോലി ചെയ്ത സ്ഥാപനത്തിൽ നിന്ന് എല്ലാ ആനുകൂല്യങ്ങളും ലഭിച്ചുവെന്ന് ഉറപ്പാക്കാനാണ് ഇത്. തൊഴിൽ മേഖല മാറുന്നതിന് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും ഹാജരാക്കണം. അതേസമയം കഴിഞ്ഞ വർഷം കുവൈറ്റിൽ നിന്ന് പ്രവാസം അവസാനിപ്പിച്ച് മടങ്ങിയത് 2.5 ലക്ഷത്തിലധികം പ്രവാസികളാണ്. സ്വകാര്യ മേഖലയിൽ നിന്ന് 2,05,000 പേരും സർക്കാർ സർവീസിൽ നിന്ന് 7,000 പേരുമാണ് ജോലി മതിയാക്കി സ്വന്തം നാടുകളിലേക്ക് മടങ്ങിയത്. കോവിഡ് പ്രതിസന്ധിയും 60 വയസ്സ് പ്രായപരിധിയും സ്വദേശിവൽക്കരണവും കാരണമാണ് 2,57,000 പ്രവാസികൾ കഴിഞ്ഞ വർഷം സ്വന്തം നാടുകളിലേക്ക് മടങ്ങിയത്. 41,200 ഗാർഹിക തൊഴിലാളികളും 2021 കുവൈറ്റ് വിട്ടു. പുതുതായി 23,000 കുവൈറ്റികളാണ് കഴിഞ്ഞ വർഷം തൊഴിൽ വിപണിയിലേക്ക് പ്രവേശിച്ചത്. ഇതിൽ കൂടുതലും സർക്കാർ മേഖലയിലാണ്. നിലവിൽ 27 ലക്ഷത്തിലധികമാണ് രാജ്യത്തെ തൊഴിൽ ശേഷി. ഇതിൽ 16.2% സ്വദേശികളാണ്. 46 ലക്ഷത്തിലധികമാണ് സ്വദേശികളും വിദേശികളും ഉൾപ്പെടെ കുവൈറ്റ് ജനസംഖ്യ. കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് പുതിയ വിസ അനുവദിക്കുന്നത് നിയന്ത്രിക്കുകയും നിരവധി പേർ നാട്ടിൽ പോവുകയും ചെയ്തത് മൊത്തം തൊഴിൽ ശേഷിയിലും വിദേശ ജനസംഖ്യയിലും പ്രതിഫലിച്ചിട്ടുണ്ട്. മുൻവർഷത്തെ അപേക്ഷിച്ച് 2.2% ജനസംഖ്യ കുറഞ്ഞത്. അതേസമയം കുവൈറ്റി ജനസംഖ്യയിൽ നേരിയ വർധനവും 2021 രേഖപ്പെടുത്തിയതായും സിവിൽ ഇൻഫർമേഷൻ അതോറിറ്റിയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.